ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ നവീൻ ബാബുവിന്റെ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു വ്യക്തിത്വമാണ് പി ദിവ്യ. പി ദിവ്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അത് ഇന്നലെയാണ് പോസ്റ്റ് ഇടുന്നത്. അപ്പോ ഈ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞ നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീണ ജോർജിന് ഒന്ന് വെള്ളയടിക്കുന്ന രീതിയിലാണ് പോസ്റ്റ്. ഒരു പാർട്ടി പ്രവർത്തക, പ്രത്യേകിച്ച് LDF-നൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഓക്കെ, നമുക്കൊക്കെ അത് മനസ്സിലാവും. പക്ഷേ നമുക്കൊക്കെ അറിയാം, കേരളത്തിലെ നവീൻ ബാബുവിന്റെ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ത്രീക്ക് ചാർത്തി കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈ സ്ത്രീ ഏത് നിലയിലാണ് ജനം കാണുന്നത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനൊപ്പം ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ഈ ഒരു ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ സമയത്തൊന്നും ഇവർക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർക്ക് അറിയാം, സ്വയമേ അറിയാം, ഞാൻ ഇപ്പോ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് അത് പിന്നെ പിണറായി നിലവിലെ ഏറിലാണ് നിൽക്കുന്നത്. അതുപോലെ വീണ ജോർജും അതുപോലെ തന്നെയാണ് നിലവിലെ അവസ്ഥ. അപ്പൊ അതിനൊപ്പം ഈ പി ദിവ്യ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് പിന്നെ റോക്കറ്റ് പോകുന്ന കണക്കായിരിക്കും ഇവർ രണ്ടുപേരും മേളിലേക്ക് പോകുന്നത്. അത് കൃത്യമായിട്ട് പി ദിവ്യക്ക് അറിയാം. അപ്പൊ പി ദിവ്യ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാല് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങി വീണ ജോർജ് ഈ ബിന്ദുവിന്റെ, അതായത് മരണപ്പെട്ട ബിന്ദുവിന്റെ വീട്ടിൽ പോയി ആ ബിന്ദുവിന്റെ ഭർത്താവിനെയും ബിന്ദുവിന്റെ അമ്മയെയൊക്കെ സമാധാനിപ്പിക്കുന്ന ആ സമയത്തിന് ശേഷമാണ് ഈ പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് ഇവര് ഒരിക്കലും ഇവരുടെ മാനസികാവസ്ഥ ഇവരിത് കളയത്തില്ല. അതായത് എന്നും ഈ പട്ടിയുടെ വാല് കൊഴലിട്ട എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ സ്ത്രീ. എങ്ങനെയാണ് ആ പാർട്ടി ഇവരെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സാമാന്യ ഒരു സ്ത്രീ അവരുടെ ഒരു പിന്നെ എന്താ പറയുന്ന വീറും വാശിയും അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ ആർജവവും ഒക്കെ വേണം, അതൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. എങ്കിൽ തന്നെ ഇവർ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഞാൻ വായിക്കും. കോട്ടയം ഫസ്റ്റിലെ തന്നെ, ഡോഗ്സ് വിൽ ബി ബാർക്ക് ബട്ട് ദ എലിഫന്റ് കീപ്സ് വാക്കിംഗ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ദുരന്തം അത്യന്തം വേദനാജനകമാണ്. അത് ആർക്കൊക്കെയാ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേദനാജനകമാണെന്ന് മാത്രമേ ഉള്ളൂ. അത് ഏൽക്കാനോ അല്ലെങ്കിൽ അതിന്റെ പാളിച്ച എവിടെയാണ്, എന്താണ് നിലവിലെ LDF ഭരണകൂടത്തിന് സംഭവിച്ചത്, അതിന്റെ ഉത്തരവാദി ആരാണ്, അതൊന്നും ഇവര് വ്യക്തമാക്കിയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞങ്ങ് പോവാ. മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും കൃത്യമായിട്ട് ഉത്തരം ഇന്ന് വരെ ഇവർ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തെ വേണ്ട, സംസാരിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം നമ്മൾ എന്തിനാ വെറുതെ ഒരു സ്ത്രീ മരണപ്പെട്ടു അതിന്റെ പേരിൽ ഇനിയും ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് വേണ്ടാന്ന് വിചാരിച്ചേ. പക്ഷെ ഈ ഇങ്ങനെയുള്ള പിന്നെ ടീമുകൾ വന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഷോ കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ പോസ്റ്റ് ഇടുകയാണ്. ബിന്ദുവിന്റെയും കുടുംബത്തിന്റെയും സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. വലതു മാധ്യമങ്ങൾക്ക് റേറ്റിംഗിനുള്ള ഒരു ഇര മാത്രമാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ വീണ ജോർജ്. നിങ്ങൾ ഈ പോസ്റ്റ് എന്തുകൊണ്ട്, നിങ്ങൾ ആ ഒരു വിവാദം അല്ലെങ്കിൽ ആ ഒരു സംഭവം കത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പോസ്റ്റ് ഇടാൻ പറ്റില്ല? അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി തീരുമ്പോ ഒരു ഗുമ്മനടി എന്നൊക്കെ പറയും. നമ്മൾ പണ്ട് കുമ്മനം രാജശേഖരൻ മെട്രോയുമായിട്ട് ബന്ധപ്പെട്ട് സൈഡിൽ കയറി നിന്ന ഒരു ഫോട്ടോ, അതായത് മെട്രോയിൽ യാത്ര ചെയ്യുന്ന നരേന്ദ്രമോദി അതുപോലെ പിണറായി വിജയൻ ഇവരൊക്കെ യാത്ര ചെയ്യുന്നതിനൊപ്പം ഒരു സൈഡിൽ ഒതുങ്ങി ഇരുന്നിട്ട് ഈ കുമ്മനടിയുടെ ഒരു രംഗം നമ്മൾ എല്ലാവരും കണ്ടേ. അങ്ങനെയാണ് ഈ കുമ്മൻ എന്ന് പറയുന്ന വാക്ക് പോലും കേരളത്തിൽ ജനപ്രീതിയാവുന്നത്. അപ്പൊ അതേപോലെ ഒരു പോസ്റ്റാണ്. പക്ഷെ സാമാന്യം മനുഷ്യർക്ക് വായിച്ച് എന്താ പറയുന്നത്, വിമർശനം വേണം. വിമർശനത്തിൽ നമ്മൾ അംഗീകരിക്കും. വിമർശനം വേണം. ഇന്നത്തെ സമയത്തൊക്കെ ടഗ് ഡയലോഗുകൾ വരും, ഇങ്ങനൊക്കെ പറ്റും. പക്ഷെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ രീതിയിൽ ഈ മരണത്തെ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഇതൊരു തക്കം നോക്കി ഇരുന്നിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ കേരളത്തോട് പറയുന്ന ഈ സ്ത്രീയെയൊക്കെ ഒരു കാരണവശാലും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. കമ്മ്യൂണിസ്റ്റുകാരില് ഇപ്പൊ എല്ലാവരെയും നമ്മൾ എടുത്ത് ഒരു വ്യക്തിയെ നോട്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാറില്ല. നമുക്ക് നിലവിൽ കേരളം ഭരിക്കുന്നത് LDF സർക്കാരാണ്. അത് കോൺഗ്രസ് വരുമ്പോഴത്തേക്കും അധികാരം കോൺഗ്രസിലേക്കാകുമ്പോൾ നമ്മൾ കോൺഗ്രസിന്റെ പ്രശ്നങ്ങളെ നമ്മൾ പിന്നെ ഒരു എന്താ പറയുന്നത് ചർച്ചയ്ക്ക് എടുക്കും. അത് BJP ആണെന്നുണ്ടെങ്കിൽ ആരായാലും. പക്ഷെ നിലവിൽ ഭരണകൂടം എന്ന് പറയുന്നത് LDF സർക്കാരിൽ തന്നെയാണ്. അപ്പൊ ആ ഭരണകൂടത്തിന്റെ ഒരു അധികാരം വെച്ചുകൊണ്ട് എന്തും അങ്ങ് അടിച്ചിറക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ലത്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത്,
ഇടതു ഭരണത്തിന്റെ തുടർച്ചയിൽ അധികാരം ചെങ്കോൽ ഇനിയും കിട്ടില്ലെന്ന തിരിച്ചറിവിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന കോപ്രായങ്ങൾ ജനം പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. ജനം തള്ളിക്കളയൊന്നുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹോസ്പിറ്റല് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ഇതാണെന്നുള്ള സംഭവം നടന്നിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട് ഒരു തീപിടുത്തം ഉണ്ടായി. ഈ ജനങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും. നമ്മളൊക്കെ അത് ആ സസൂക്ഷ്മം ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല്, ആ തീപിടുത്തം നടക്കുന്ന സമയത്ത് അന്ന് സംഭവിച്ച ഒരു പാളിച്ച എന്ന് പറഞ്ഞാല്, അത് എമർജൻസി എക്സിറ്റുകളുണ്ട്. ഒരു ബിൽഡിങ്ങിന് എന്തെങ്കിലും ഒരു കാരണവശാല് തീപിടുത്തമോ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാല് അതിനുള്ളിലുള്ള ആൾക്കാർ ഇറങ്ങി രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു എക്സിറ്റ് ഉണ്ടാവും. ആ എക്സിറ്റ് അന്ന് ഓപ്പൺ ആയില്ല എന്നാണ് പിന്നീട് ആ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, അന്ന് മരണപ്പെട്ട അല്ലെങ്കിൽ അന്ന് ചികിത്സയെ തേടിക്കൊണ്ടിരുന്നവർ അതിൽ നിന്ന് ചികിത്സ തേടിയവരിലും ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അന്ന് അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ വ്യക്തികളെ ഒന്നും സർക്കാർ എങ്ങനെയാണ് സംരക്ഷിച്ചതെന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഉണ്ടാവുന്ന ഏത് പ്രശ്നങ്ങളെയും കേരളം ശക്തമായി അത് ചിലപ്പോൾ പാർട്ടിക്കാർ പറയുന്നത് CPM-നോടുള്ള വിരുദ്ധതയാണ്, CPM വിരുദ്ധ പക്ഷമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒഴിയാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മന്റെ അഭിനയത്തിന് ഓസ്കാർ എങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ചാണ്ടി ഷോ അല്പസമയം നിർത്തിവെച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ലായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുണ്ടൈക്കത്തെ 30 വീടിന് വേണ്ടി പിരിച്ചെടുത്ത് മുക്കിയ കോടികളെ കുറിച്ചും ഇനി ആരും ചോദിക്കുകയും ചെയ്യരുത്. നോക്ക്, ഈ സത്യം പറഞ്ഞാൽ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് രാഷ്ട്രീയം അതിനകത്ത് കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റുന്ന ഒരു പോസ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി പിരിച്ച ആ പണത്തിന്റെ പേരിലൊക്കെ നല്ല രീതിയിൽ വിമർശനം കോൺഗ്രസ് പാർട്ടി നേരിടുന്നുണ്ട്. എനിക്കും യാതൊരുവിധ സപ്പോർട്ടും ഇല്ല ഈ കാര്യത്തിൽ. അതിനകത്ത് ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് കോൺഗ്രസിനെ ഒരു കാരണവശാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിന്റെ ഉള്ളിലേക്ക് ഇതിനെ തേച്ച് മായ്ച്ച് കളയാനായിട്ട് കോൺഗ്രസ് ചെയ്തിട്ടുള്ള തെറ്റുകൾ എടുത്തുകൊണ്ടിടുകയാണ്. നിങ്ങൾ ഇപ്പോഴും തെറ്റ് സമ്മതിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണത്. അതായത് ആ ഒരു സംഭവം നടന്നത്, തീപിടുത്തം നമുക്ക് മനസ്സിലാവും, പെട്ടെന്നുണ്ടാവുന്ന ഒരു തീപിടുത്തമാണ്. 13 വർഷത്തിന് മുകളിൽ അത് പൊളിക്കാനായിട്ട് അതിന്റെ കാലാവധി കഴിഞ്ഞ് 13 വർഷമായിട്ട് അത് പൊളിക്കാതെ അതിനകത്ത് ജനങ്ങളെ കയറ്റിവിടുന്ന രീതിയിൽ ഒരു ബോർഡോ അല്ലെങ്കിൽ ഒരു വാർണിംഗ് ലൈനോ അങ്ങനെയുള്ള ഒന്നും തന്നെ അടയാളം ചെയ്യാതെ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടിരുന്നതിന്റെ പേരിലാണ് ആ സ്ത്രീ അതിനകത്ത് കയറുന്നത്. അപ്പോ ഇതിനകത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ളത് സമ്മതിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും വേണ്ട, ഗുരുതരമായ വീഴ്ച ഉണ്ടായി, സാമാന്യം നമുക്ക് മനസ്സിലാവും, മനുഷ്യരാണ്, തെറ്റുപറ്റും. ഒരേ ഒരു കാര്യം മാത്രം ഈ വീണ ജോർജ് ചെയ്താൽ മതിയായിരുന്നു. സ്പോട്ടിൽ വന്നു, അതായത് ഈ സംഭവം നടന്നതിന് ശേഷം ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇവിടുത്തെ വീണ ജോർജ് അവിടെ വന്നിട്ട് അവിടെ മറ്റുള്ള JCB ഏത് രീതിയിൽ അത് ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ പരിശോധിക്കണം, അങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരു കമന്റ് ആണ് അന്ന് ഫസ്റ്റിൽ ഞാൻ വന്ന് പറഞ്ഞിരുന്നത് എങ്കിൽ കേരളം ഇത്രമാത്രം ഒരു വിമർശനത്തിന്റെ സൈഡിലേക്ക് വീണ ജോർജിനെ കൊണ്ടുപോകില്ല. ഓക്കെ, മരണം ഏത് രീതിയിൽ നമുക്ക് ഇടിഞ്ഞു വീണതാണ്, അന്നേരം ഈ മനുഷ്യൻ എവിടെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ആ സ്പോട്ടിൽ വന്നിട്ട് ആ രീതിയിലല്ല സംസാരിക്കേണ്ടത്. അതായത് കൂടെയുള്ള മറ്റ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഫുൾ ടീമിനെ ഒരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് അവരവിടെ പറഞ്ഞത്. കാരണം ഇനി ഇവിടെ ആരുമില്ല, മറ്റുള്ള അതുണ്ട് എന്നുള്ള അറിഞ്ഞിരുന്ന ആൾക്കാരെയൊക്കെ അവിടുന്ന് മാറ്റി അതിന്റെ ഫുൾ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനുള്ളിൽ ആരും പെട്ടിട്ടില്ല എന്നൊരു ഒരു ഉത്തരവ് കൊടുക്കുന്നത് പോലെയാണ് വീണ ജോർജ് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടായത്. അത് മനസ്സിലാക്കണം, ഈ ആരോഗ്യ മേഖലയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആ സ്ത്രീക്കാണ്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റുള്ള, അതായത് ഈ JCBയും അല്ലെന്നുണ്ടെങ്കിൽ സഹായ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ വരുന്നവര് പിന്നീട് ഏത് രീതിയിലായിരിക്കും അവിടെ ഇടപെടുക എന്നുള്ളത് സാമാന്യം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ ഇത്രമാത്രം ഈ ഒരു പാർട്ടിയെ വിമർശിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്ത് എഴുതാതെ UDF പിരിച്ച കാശിന്റെ, അല്ലെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മ അവിടെ വന്ന് പട്ടിഷോ കാണിച്ചു,
ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഇപ്പോഴും ആ ദുഷ്ട മനസ്സ് ഇതുവരെ നിങ്ങളെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന് വ്യക്തമാകുന്ന ഒരു പോസ്റ്റാണ്. യാതൊരു സംശയമില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ കേരളം ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ ഒരു വനിത അല്ലെങ്കിൽ ഒരു സ്ത്രീ സാന്നിധ്യം ആ ഒരു പേരെ മായിച്ചു കളഞ്ഞു. ഒരു പക്ഷേ പാർട്ടിക്കുള്ളിൽ ചിലപ്പോ പാർട്ടി അടിമകളായിട്ടുള്ള ഈ കക്ഷി രാഷ്ട്രീയം തലയിൽ ചുമന്ന് നടക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ നിങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.